ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം എല്ലാവർക്കും. അപ്പം നമ്മൾ ഒരു ഡേ ഔട്ട് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. സോ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. അപ്പോൾ കാണാൻ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അടിപൊളിയായിരിക്കും. ഓക്കെ. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലീഫ് ചെയ്തിട്ട് നമുക്ക് ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകാൻ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവുമല്ലോ. ഇങ്ങനെയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ചിൽ ഔട്ട് ചെയ്യുന്നത് നല്ലതാണ് ഗെയ്സ്. നമ്മുടെ മൈൻഡും കാര്യങ്ങളൊക്കെ ഒന്ന് റിലീഫ് ചെയ്യാൻ എന്താ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡ് ഒന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവാം കേട്ടോ. സോ ഞാൻ ബൈക്കിലാണ് പോകുന്നത്. കാരണം ഞാൻ ബൈക്ക് ഇടയ്ക്കൊക്കെ എടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അത്ര പ്രോ അല്ല ഓടിക്കുന്നതിൽ. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചും ഇവിടെ വണ്ടിമ്മ പോകുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കുക എന്നിട്ടാണ് പ്രോ. പക്ഷെ അത് ഞാൻ മെല്ലെ പോകുന്നു ഗൈസ്. അപ്പോൾ ടൗണിൽ നിന്നൊന്നും ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കാരണം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ താഴെ കിടക്കും. അതുകൊണ്ട് ഞാൻ അത്ര റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഫുഡ് അടി അതാണല്ലോ മെയിൻ. അപ്പോൾ നല്ലൊരു അജ്മീർ ബിരിയാണി ഒക്കെ കഴിച്ച് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. നമ്മൾ പോയത് പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റിക്കാണ് കേട്ടോ. അവിടെ പുതിയൊരു മിനിസോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളത് പോയി കാണാം കേട്ടോ. ഈ വീഡിയോ കണ്ടതിന് ശേഷം പോയി കണ്ടാൽ മതി. അപ്പോൾ ഈ വീഡിയോ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ചെയ്തേക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം അത്ര തന്നെ. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് ജേർണലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മൈൻഡൊക്കെ ഒന്ന് റിലീഫ് ചെയ്തിട്ട് നല്ലൊരു മൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജസ്റ്റ് അതൊന്ന് ചെയ്ത് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്കൂട്ടിമേൽ വന്നിട്ടുണ്ടായിരുന്നു. മഴ ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. കോട്ടൊക്കെ ഇട്ട് പിന്നെ പോണ വഴിയിൽ പാലട പായസം കണ്ടപ്പോൾ നമ്മൾ അതും നിർത്തിയിട്ട് അതും കഴിച്ചിട്ടോ. ഇതൊക്കെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ നിർത്തി കഴിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഫീലാണ് ഗൈസ്. ചെയ്ത് നോക്കും, ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും. അല്ല സോറി മാറിപ്പോയതാണ്. എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.